മുസ്ലിം നാറ്റോ സഖ്യത്തിലേക്ക് ഇറാൻ ക്ഷണം. ഇതോടെ അറേബ്യൻ മേഖലയിൽ അമേരിക്കയുടെ താൽപ്പര്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നാറ്റോ സഖ്യം രൂപീകരിച്ചത് എന്നുള്ള ആരോപണം യാഥാർത്ഥ്യമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ഒരു നാറ്റോ സഖ്യ സംവിധാനം തുർക്കിയെയും പാകിസ്ഥാനെയും ചേർത്തുകൊണ്ടുള്ള ഇസ്ലാമിക് നാറ്റോ സഖ്യം എന്നൊരു സംവിധാനം ഉണ്ടാക്കിയത്. യൂറോപ്യൻ രാജ്യങ്ങൾ അന്ന് ഏറെക്കുറെ ഇതിനെ വിമർശിച്ചത് ഇത് ഇറാനെതിരെയുള്ള ഒരു ഏകോപന സംവിധാനമാണ് എന്ന തരത്തിലായിരുന്നു. അങ്ങനെ ചർച്ചാ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തു. ഇപ്പോൾ അതിൻ്റെ റൂട്ട് മാറിയാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, അതിലേക്ക് ഇറാനെ കൂടി ഉൾക്കൊള്ളിക്കണം എന്ന തരത്തിൽ. ഇറാനെ കൂടി ഉൾക്കൊള്ളിക്കുന്ന സമയത്തുണ്ടാകുന്ന വിഷയം എന്ന് പറയുന്നത് പിന്നീട് എന്താണ് നാറ്റോ സഖ്യത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്നത് പ്രസക്തമായിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് ലക്ഷ്യം അമേരിക്കയെ തന്നെയാണ് ഉന്നം വെക്കുന്നത് എന്ന തരത്തിലാണ്. ഏറെക്കുറെ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയെ പിഴുതെറിയുന്ന തരത്തിലുള്ള സമീപന രീതികളാണ് എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരുന്നത്. അത് കുവൈത്ത് ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ഒമാൻ ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും എല്ലാ രാജ്യങ്ങളും തത്തുല്യമായ രീതിയിൽ തന്നെ അമേരിക്കയെ ഒഴിവാക്കണം എന്നുള്ള അഭിപ്രായത്തിൽ ഏകോപനമാണ്. അവർ മുന്നോട്ട് വെക്കുന്ന കാര്യം ഇങ്ങനെയാണ്: തങ്ങളുടെ രാജ്യത്തിന് ഒരു സുരക്ഷിതത്വമില്ലായ്മ അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ അമേരിക്ക ഉണ്ട്, അല്ലെ അമേരിക്കക്ക് അവസരം നൽകിയിട്ടുണ്ട് എന്നതിനാൽ തങ്ങൾ അനുഭവിക്കുന്നു. ഇത് തങ്ങൾ ശിക്ഷിക്കപ്പെടുകയാണ്. മറ്റൊരു രാജ്യത്തിന് അവരുടെ സ്വതന്ത്രപരമായിരിക്കുന്ന ജീവിത രീതിക്ക് അനുകൂലമായിരിക്കാൻ നിലപാടെടുത്തത് കൊണ്ട് തങ്ങൾ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതും അതിനാൽ തന്നെ അത് ഒഴിവാക്കൽ അനിവാര്യമാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞു വെക്കുന്നത്. അത് ഏറെക്കുറെ യാഥാർത്ഥ്യമാണ് എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നിലപാടുകളൊക്കെ. അത് അമേരിക്കയുടെ സൈനിക കമാൻഡർമാരും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: മേഖല സുരക്ഷിതത്വമല്ല. ഇതിലിപ്പോൾ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുത് എന്നുള്ള കാര്യത്തിൽ അമേരിക്ക തന്നെ അഭിപ്രായ വ്യത്യാസത്തിലാണ്. ഗവൺമെൻറ് ആണോ തങ്ങളോടൊപ്പം നിൽക്കുന്നത്, അതല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളാണോ എന്നുള്ളത് കൃത്യമായ രീതിയിൽ പറയാൻ പറ്റാത്തൊരു സ്ഥിതി സംജാതമായിരിക്കുന്നു. ഈ അവസ്ഥാ സാഹചര്യങ്ങൾ ഒഴിവാക്കണം. ആ സാഹചര്യങ്ങൾ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അറബ് രാജ്യങ്ങൾ തങ്ങളുമായി പൂർണ്ണ രീതിയിൽ സഹകരിക്കണം. ആ സഹകരണം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അസാധ്യമാണ്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അമേരിക്കയുടേതായിരിക്കുന്ന സുരക്ഷിതത്വത്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ സൈനിക സംവിധാനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അത് ഖത്തറിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നീട് കുവൈത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്, ബഹ്റൈനിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഒരു പരിധി വരെ, ഒരുപാടല്ല, ഏറ്റവും കൂടുതൽ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടത് ഖത്തറിൽ നിന്നാണ്. ഖത്തറിൽ നിന്ന് അത് പോകുന്നത് ജോർദാനിലേക്കാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ജോർദാനിലേക്ക് അവരെത്തിയതോടുകൂടി ജോർദാന് നേരെ ആക്രമണം നടത്തി. ശക്തമായിരിക്കുന്ന ആക്രമണത്തിൽ വലിയ നാശങ്ങളും നഷ്ടങ്ങളും അമേരിക്കയ്ക്ക് ഉണ്ടാവുകയും ചെയ്തു. ഇപ്പം മേഖല സ്വതന്ത്രമാക്കണം. അത് അറേബ്യൻ മേഖലയിൽ അമേരിക്കയുടെ സാന്നിധ്യം ഉണ്ടാവാൻ പാടില്ല. അത് തങ്ങൾക്ക് സാരമായിട്ട് ബാധിക്കും എന്നുള്ളിടത്തേക്ക് തന്നെ കാര്യങ്ങൾ എത്തും. അതിന് ആ വിഷയം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അതിലെല്ലാം അമേരിക്ക പരാജയപ്പെട്ടു. ഇപ്പോൾ അമേരിക്കയുടെ മേൽക്കോയ്മ നഷ്ടപ്പെടുന്ന സമയത്ത് ചൈന പോലെയുള്ള വൻശക്തി രാജ്യങ്ങൾ, റഷ്യ പോലെയുള്ള വൻശക്തി രാജ്യങ്ങൾ മൗനം പാലിച്ച് നിൽക്കുകയല്ല, പകരം ആ ഒഴിവ് നികത്താൻ വേണ്ടിയിട്ട് അവരുടേതായിരിക്കുന്ന രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിക്കുന്നു. അതിലവർ വിജയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അബ്രഹാം ലിങ്കൺ കപ്പൽ അറേബ്യൻ കടലിൽ നങ്കൂരമിട്ടിട്ട് മാസങ്ങളായി. പക്ഷെ അവർ സുരക്ഷിതരല്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ അവിടെ തന്നെ ആഭ്യന്തരമായിരിക്കുന്ന കുറേ വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ മേഖലയിൽ നിന്ന് ഈ അബ്രഹാം ലിങ്കൺ കപ്പലിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. 5000-ഓളം സൈനികർ അതിലുണ്ട്. സൈനികരടക്കം 5000-ഓളം ജീവനക്കാർ അതിലുണ്ട്. പിന്നെ അതിൻ്റെ തുടർച്ചയായ രീതിയിൽ വലിയ രീതിയിലുള്ള യുദ്ധവിമാനങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്, കവചിത വാഹനങ്ങളുണ്ട്. അങ്ങനെ
ഒരു മഹാരാജ്യമായിട്ട് തന്നെയാണ് അബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പലിനെ കാണുന്നത്. പക്ഷേ വിഷയം എന്ന് പറയുന്നത് അവർ സുരക്ഷിതരല്ല. 100ഓളം തവണ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട് ഈ കപ്പൽ എന്നാണ് പറയുന്നത് ഇറാൻ്റെ. അതിൽ കുറേയൊക്കെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നാശനഷ്ടങ്ങൾ ഭീമമായിരുന്നു. അതവർക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറം അവർക്ക് നാശങ്ങളും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ എന്ത് ചെയ്തു? അബ്രഹാം ലിങ്കൺ കപ്പൽ അവിടുന്ന് പിൻവലിക്കാൻ വേണ്ടി തീരുമാനിച്ചു. സൈനികർ തമ്മിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, വെടിവെപ്പ് നടക്കുന്നു. ഈ അമേരിക്കൻ സൈനികർ പരസ്പരം വെടിവെച്ചതിൽ 7 പേർ കൊല്ലപ്പെടുന്നു. അവിടെയും അവസാനിച്ചിട്ടില്ല. 2-3 പേർ കടലിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളും വിഷയങ്ങളുമായിട്ട് യഥാർത്ഥത്തിൽ അത് മാറിയിട്ടുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. അവർ കടലിൽ നിന്ന് പതുക്കെ പിന്മാറാൻ വേണ്ടി തീരുമാനിച്ചതോടുകൂടി ചൈന അവസരം മുതലാക്കി അവിടേക്ക് അവരുടെ യുദ്ധക്കപ്പലിനെ അയക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒന്ന് പോകുന്ന സമയത്ത് ഒന്ന് വരുന്നുണ്ട് എന്നത് മാത്രമല്ല, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പ്രധാനമായിരിക്കുന്ന പ്രയാസങ്ങളും ഈ വിഷമങ്ങളും എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ രീതിയിൽ അവരുടെ നിലപാടുകളൊക്കെ തെറ്റാണ് എന്നുള്ള സമീപനമാണ്, അല്ലെങ്കിൽ ആ രീതിയാണ് ഇപ്പോൾ അറേബ്യൻ മേഖലയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഗുണപരമായിരിക്കുന്ന രീതിയിൽ ഈ യുദ്ധത്തിൻ്റെ ഒരു മേഖലയും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മുൻപൊക്കെ അങ്ങനെയല്ല, അമേരിക്കയെ വിമർശിക്കുന്നവരുണ്ടാവില്ലായിരുന്നു. അമേരിക്കയുടെ നയങ്ങൾക്കും നിലപാടുകളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനം മാത്രമാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. ഇന്ന് അവസ്ഥകൾക്ക് മാറ്റം വന്നു. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കൻ വിരുദ്ധ സമീപനങ്ങളും അമേരിക്കൻ വിരുദ്ധ നിലപാടുകളുമാണ്. ഇതിന് അപ്പുറം ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ ചേർന്ന് നിന്നുകൊണ്ട് ഇറാനെ കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അതിനെ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. നാറ്റോ മുസ്ലിം സഖ്യം, നാറ്റോ മുസ്ലിം ഐക്യം, ഇതൊക്കെയായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം. ആ നാറ്റോ സഖ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. അതിലേക്ക് നിലവിൽ ഇറാൻ ഇല്ലായിരുന്നു, ഇപ്പോൾ ഇറാൻ അതിലേക്ക് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇറാൻ ചേരുക കൂടി ചെയ്യുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത് പിന്നീട് ഒരു മുഖ്യ ശത്രുവായിട്ട് ഉയർന്നു വരുന്നത് ഈ അമേരിക്കയാണ്. അമേരിക്കക്കെതിരെയുള്ള ഒരു സംവിധാനമായിട്ട് ഇത് മാറുമ്പോൾ അത് അതിൻ്റേതായിരിക്കുന്ന ഭവിഷ്യത്തുകൾ ഭാവിയിൽ അമേരിക്കക്കുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ അവസ്ഥാ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത് വളരെ കൃത്യമായ രീതിയിലുള്ളൊരു ഏകോപനം അറേബ്യൻ രാജ്യങ്ങൾക്കും അതേപോലെ തന്നെ ഈ ഇറാനും കൂടി സംയുക്തമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. സംയുക്തമായ രീതിയിൽ ഉണ്ടാകുന്ന ഈ സഖ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ ഇടപെടലുകൾ നടത്താൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇവർക്ക് സാധിക്കുന്നില്ല എന്നൊരു വിഷയവും നിലനിൽക്കുന്നു. അപ്പോൾ അസാധ്യമായിരിക്കുന്ന ചില പ്രശ്നങ്ങൾ, അസാധ്യമായിരിക്കുന്ന ചില വിഷയങ്ങളെല്ലാമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിലനിൽക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ അറബ് രാജ്യങ്ങളോട് അമേരിക്കയുടെ പ്രസിഡന്റ് അടക്കമുള്ള ഉന്നതർ പല ഘട്ടങ്ങളിലായിട്ട് സംസാരിച്ച പ്രധാനമായിരിക്കുന്ന വിഷയം ഇവിടെ നിലനിൽക്കുകയാണ്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി നിങ്ങളെ സമീപിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാണ്. ആ വിട്ടുവീഴ്ച ഏത് തരത്തിലാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഈ നിലവിൽ അവർ പറഞ്ഞിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയാണ് സമീപിക്കുന്നത് എങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഏത് തരത്തിൽ ഏത് മേഖലയിൽ എങ്ങനെയൊക്കെ വിട്ടുവീഴ്ച ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കക്ക് അതിന് കൃത്യമായിരിക്കും നിലപാടുകളൊന്നും അമേരിക്കക്ക് പറയാനില്ല. അതാണ് ഇപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ പറയാനില്ലാത്ത ഒരു നിലപാടിനനുസരിച്ച് നീങ്ങാൻ വേണ്ടിയിട്ട് ഇവർക്കൊട്ട് സാധിക്കുകയും ചെയ്യുന്നില്ല. അപ്പോൾ ഐക്യമുണ്ടാവരുത് എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. ആര് തമ്മിൽ ഐക്യമുണ്ടായത്? അറേബ്യൻ രാജ്യങ്ങൾ ഇറാനും തമ്മിൽ യോജിക്കാൻ പാടില്ല. അറേബ്യൻ രാജ്യങ്ങൾ ഇറാൻ തമ്മിൽ യോജിച്ചാലോ അത് അതിൻ്റേതായിരിക്കുന്ന വിഷയങ്ങൾ നിലനിൽക്കും. ആ വിഷയങ്ങൾ ഒഴിവാക്കാനുള്ള വലിയ ശ്രമങ്ങളൊക്കെ അവർ യഥാർത്ഥത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ യുദ്ധം ഒഴിവാക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. യുദ്ധം യഥാർത്ഥത്തിൽ എന്താണ് ഒഴിവാക്കണം. ആ ഒഴിവാക്കണമെങ്കിൽ ആര് സഹകരിക്കണം? അറേബ്യൻ രാജ്യങ്ങൾ സഹകരിക്കണം. ആ സഹകരണം നിലവിലെ സാഹചര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.